SFIയുടെ വലിയൊരു നേതാവായിട്ട് വളർന്നു വന്ന ആളാണ് ആർഷോ. ആർഷോയ്ക്ക് ശേഷം ഇപ്പോൾ ഒരു ശിവപ്രസാദ് വന്നിട്ടുണ്ട്. ശിവപ്രസാദ് ചെറിയ ആളാണ്, ചെറിയ കുട്ടിയാണ്, എന്നാൽ വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ട്, ഭയങ്കര വർത്തമാനമാണ്. നല്ലൊരു നേതാവായി വളർന്നു വരും. അദ്ദേഹത്തിന് വലിയ സാധ്യത. അദ്ദേഹം VC വെല്ലുവിളിക്കുന്നു, ഗവർണറെ വെല്ലുവിളിക്കുന്നു, RSSനെ വെല്ലുവിളിക്കുന്നു, BJP വെല്ലുവിളിക്കുന്നു. അദ്ദേഹം വളരെ വലിയ രീതിയിലാണ് അദ്ദേഹം പ്രസ്താവനകൾ കൊടുക്കുന്നത്. സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് ശിവപ്രസാദ് വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ആ ഡൈനാമിസത്തിന് ഒരു റെഡ് സല്യൂട്ട്. പക്ഷേ ശിവപ്രസാദിനോട് വളരെ ഗൗരവമായൊരു വിഷയം ശിവപ്രസാദിനെ ശ്രദ്ധയപ്പെടുത്താനാണ്. ശിവപ്രസാദിനെ ശ്രദ്ധയപ്പെടുത്തുന്നത് SFI ആണ് കേരളത്തിലെ കൂടുതൽ ക്യാമ്പസുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ശിവപ്രസാദിനെ ശ്രദ്ധയപ്പെടുത്തുന്നത്. എന്നാൽ ഇത് KSUവിനും ബാധകമാണ്, ABVPക്കും ബാധകമാണ്, MSFനും ബാധകമാണ്, ക്രിസ്ത്യൻ സംഘടനകൾക്കും ബാധകമാണ്, എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും ബാധകമാണ്. വിഷയം വളരെ ലളിതമാണ്. ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് പോയിരുന്നു. അതിൻ്റെ ഗേറ്റ് മുതൽ ഗേറ്റിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത്ര പഴഞ്ചൻ ബോർഡാണ്, അത് SFIയുടെ ബോർഡാണ്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ, ഒരു വൃത്തിയുമില്ലാത്ത രീതിയിലാണ് കൊടികൾ, തോരണങ്ങൾ വളരെ മോശമായ രീതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു കോളേജിൽ വേറൊരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ടായി. അവിടെ SFIക്കാർ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ വെച്ചു. ആ സ്വാഗതമൊക്കെ ദിവസമെല്ലാം കഴിഞ്ഞ് അതെല്ലാം ഒടിഞ്ഞ് നാശക്കോട്ടയായി കിടക്കുന്നു. അതുപോലെ തന്നെയാണ് ABVPക്ക് മുൻതൂക്കമുള്ള കോളേജുകളിൽ പോയാലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. അവരവരുടെ കൊടി, മരം, പിന്നെ ബാനർ, ഫ്ലെക്സ്, ഒരു ബഹളമാണ്. അതുപോലെ തന്നെ KSUവിന് മുൻതൂക്കമുള്ളിടത്ത് അങ്ങനെ പോകും. അതേസമയം മറ്റ് ചില എയ്ഡഡ് കോളേജുകളിൽ ഞാൻ എയ്ഡഡ് കോളേജിനെ പ്രൊമോട്ട് ചെയ്യാനല്ല ഇത് പറയുന്നത്. എയ്ഡഡ് കോളേജുകളിൽ ചെന്നാൽ അവർ ഇലക്ഷൻ സമയത്തൊക്കെ ഇത് അനുവദിക്കും. അത് കഴിഞ്ഞാൽ അവരവിടെ അനുവദിക്കത്തില്ല. വളരെ ഒരു കൊടിയോ ഒരു കൊടിമരമോ ഒക്കെ കാണും. ഇത് വളരെ വ്യാപകമായിട്ടാണ് നമ്മുടെ ക്യാമ്പസുകൾ പൊല്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. ശിവപ്രസാദിന് SFIയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ഡ്രൈവ് ഏറ്റെടുക്കാവുന്നതാണ്. ഡോക്ടർ തോമസ് ഐസക്കിന് ഇതിനകത്ത് മുൻകൈ എടുക്കാവുന്നതാണ്. കാര്യം തോമസ് ഐസക്ക് ഇതുപോലത്തെ ജനകീയ കാര്യങ്ങളിൽ ചാമ്പ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനകത്ത് മുൻകൈ എടുക്കുക. ഇത് തോമസ് ഐസക്കിന് കാരണം തോമസ് ഐസക്ക് പഴയ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തോമസ് ഐസക്കിന് മുൻകൈ എടുക്കാവുന്ന, പ്രത്യേകിച്ച് അദ്ദേഹം ഇപ്പോൾ കോളേജുകളിൽ പോകുന്നുണ്ട്, വിജ്ഞാന കേരളം എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അവർക്കൊരു തൊഴിലുമാവും, പിള്ളേർക്കൊരു സർവീസുമാവും. ജോലി കൊടുക്കലല്ല, അങ്ങനെ ഞാൻ കളിയാക്കി പറഞ്ഞല്ല, ഒരു സർവീസാവും. അപ്പോൾ തോമസ് ഐസക്കിനോട് ഏറ്റെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ലീഡർഷിപ്പ്, കാരണം അദ്ദേഹം കോളേജുകളിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു, കുറേ ആളുകളെ പരിശീലിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കോളേജിൻ്റെ അന്തരീക്ഷം കൂടെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. വളരെ മോശമായിട്ടാണ് കോളേജ് ക്യാമ്പസുകൾ കിടക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കാൻ വരിക? ഒന്നാമത്തെ വിഷയം. ഇനി വന്നാൽ തന്നെ അവിടെ നിന്ന് എന്താണ് പഠിച്ചിറങ്ങുന്നത്? ഈ കോളേജുകൾക്കെല്ലാം പ്രിൻസിപ്പൾ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ പ്രിൻസിപ്പാൾമാർ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെ അധ്യാപക സംഘടനകൾ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. NCC NSS ഉണ്ടോ? നാഷണൽ സർവീസ് സ്കീമും NSSും ഒക്കെ ഉണ്ടോ? NCC നാഷണൽ കേഡറ്റ് കോർപ്സ് ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അത് ഈ പ്രിൻസിപ്പാൾമാരെല്ലാം, ഞാൻ ആ ഒരു വാക്ക് ചാനലിലൂടെ ആയിട്ട് പറയുന്നില്ല, എന്തായാലും അവർ ഉറങ്ങുകയാണോ? തീർച്ചയായിട്ടും കേരളത്തിലെ ക്യാമ്പസുകൾ വളരെ മോശമാണ്. ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ തന്നെ മോശമായ ബോർഡുകളാണ് കാണുന്നത്. ഒരിക്കൽ മറ്റ് സർവകലാശാലയിൽ നിന്ന് കേരളത്തിൽ അക്രഡിഷൻ കൊടുക്കാൻ വേണ്ടി 2 പ്രൊഫസർമാർ വന്നിരുന്നു. അവർ ഇടതുപക്ഷ പ്രൊഫസർമാരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അവർ സംഘിയും BJP RSSും കോൺഗ്രസും ഒന്നുമല്ല, ഇടതുപക്ഷ പ്രൊഫസർമാരാണ്. അവർ ഇടതുപക്ഷ പ്രൊഫസർമാരായിട്ടുള്ള 2 പേർ യൂണിവേഴ്സിറ്റി ഇവിടെ കേരളത്തിലെ ഒരു കോളേജിൽ വരികയും അവിടെ പുറത്ത് ഇതുപോലെ ഒരുപാട് കൊടിയും കാര്യങ്ങളും വെച്ചുകൊണ്ട് അവിടുത്തെ പ്രിൻസിപ്പാളിനോട് സംസാരിക്കും. പ്രിൻസിപ്പാൾ പറഞ്ഞു, ഞാൻ നിസ്സഹായനാണ്, എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ രജിസ്ട്രാറെ വിളിച്ചു അവിടുത്തെ. അപ്പോൾ രജിസ്ട്രാറും പറഞ്ഞു, അവിടുത്തെ മീൻസ് യൂണിവേഴ്സിറ്റിയുടെ, കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ വിളിച്ചു. രജിസ്ട്രാറും പറഞ്ഞു, ഞാൻ ഹെൽപ്ലെസ് ആണ്, ഇത് പൊളിറ്റിക്സ് ആണ് സാർ, കേരളമാണ് ലാൻഡ് ഓഫ് പൊളിറ്റിക്സ് ആണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് സാർ വേണമെങ്കിൽ പത്രത്തിലോ അല്ലെങ്കിൽ മീഡിയയിലൊക്കെ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ 2 പ്രൊഫസർമാർ തിരിച്ചുപോയി. വളരെ വേദനയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. ലോകത്ത് നിങ്ങൾ തോമസ് ഐസക്കിനോടും കൂടിയാണ് പറയുന്നത്. നെറ്റ് അടിച്ചു നോക്കൂ, ഗൂഗിൾ അടിച്ചു നോക്കൂ, ഇന്ത്യയിൽ അടിച്ചു നോക്കൂ, ഏത് കോളേജിലാണ് ഇങ്ങനെയുള്ളത്? ഞാൻ തമിഴ്നാട്ടിലൊക്കെ ധാരാളം കോളേജുകളിൽ പോയിട്ടുള്ളതാണ്, ബാംഗ്ലൂരൊക്കെ. ഏത് കോളേജിലാണ് ഇങ്ങനെ അനുവദിക്കുന്നത്? അത് സർക്കാരിൻ്റെ ആകട്ടെ, സ്വകാര്യമാകട്ടെ, എയ്ഡഡ് ആകട്ടെ, സെൽഫ് ഫിനാൻസിങ് ആവട്ടെ, ഏത് കോളേജ് ആകട്ടെ, എത്ര വൃത്തികേടായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ലോകത്ത് എവിടെയെങ്കിലും അത് അനുവദിക്കുമോ? ഒരിടത്തും അനുവദിക്കത്തില്ല, കേരളത്തിലല്ലാതെ. മാത്രമല്ല കേരളത്തിൻ്റെ നഗര മധ്യത്താണ് പല കോളേജുകളും ഇരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് സെൻട്രൽ സ്ഥലത്താണ് ഇരിക്കുന്നത്. ആർട്സ് കോളേജ്, ഫൈൻ ആർട്സ് കോളേജ്, അതുപോയിട്ട് നമ്മുടെ സംസ്കൃത കോളേജ്, MG കോളേജ്, ഇവാനിസ് കോളേജ്, ഇത് എത്ര കോളേജ്. ഇവാനിസ് കോളേജിൻ്റെ നോക്കൂ, ഇതൊന്നും ഇല്ലല്ലോ. അതും എയ്ഡഡ് കോളേജല്ലേ, അവിടുത്തെ ഗേറ്റിൽ ഇതൊന്നും ഇല്ലല്ലോ. അവിടെ കയറുമ്പോൾ നല്ല പൂങ്കാവനം കാണാം നമ്മൾ. ഞാൻ ഇവാനിസ് കോളേജിനെ എൻ്റെ പ്രൊമോട്ടറൊന്നുമല്ല, പക്ഷെ അവിടെ കയറുമ്പോൾ നമുക്ക് അതിവിശാലമായ പൂന്തോട്ടവും നല്ല ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയും വിശാലമായ, അത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏത് കോളേജിൽ പഠിപ്പിക്കണം എന്ന് ആലോചിക്കുമ്പോൾ ഇതും കൂടെയൊക്കെ നോക്കത്തില്ലേ? അതുപോലെ എത്ര കോളേജുകളുണ്ട് മനോഹരമായി നടത്തുന്ന എത്രയോ നല്ല കോളേജുകളുണ്ട്. അതേസമയം ഇത് വളരെ മോശമായി പറയുന്ന ഒരു കോളേജുകളുണ്ട്. അത് കൃത്യമായി ശിവപ്രസാദ് എന്നൊരു ഡ്രൈവ് തന്നെ ഏർപ്പെടുത്തിയാൽ, ഒക്ടോബർ 2 ഒരു ഡ്രൈവ് ആരംഭിച്ചാൽ, ഒക്ടോബർ നവംബർ മാസം കൊണ്ട് 1 മാസക്കാലത്തൊരു ഡ്രൈവ് ശിവപ്രസാദ് ആലോചിച്ചാൽ നന്നായിരിക്കും.
ഇത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനും വേണമെങ്കിൽ കോളേജുകളിൽ വരാം. നിങ്ങളിങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് നമുക്ക് വീഡിയോ ആക്കാം, നിങ്ങളുടെ ബൈറ്റ് കൊടുക്കാം. തോമസ് ഐസക് കൂടി വീഡിയോ കാണട്ടെ. കേരളത്തിലെ കോളേജ് ക്യാമ്പസുകൾ ക്ലീൻ ക്യാമ്പസുകളാക്കുന്ന ഒരു പരിപാടി, അതോടൊപ്പം ഒരു ക്ലീനും കൂടെ വേണം, അതും പ്രധാനമാണ്. ലഹരി ഉപയോഗത്തിൽ ക്യാമ്പസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുക. ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കുട്ടികളെ ആക്ഷേപിച്ച് ഞാൻ വർത്തമാനം പറയുന്നില്ല. പക്ഷേ ഉണ്ടെങ്കിൽ അതും കൂടി ഒരു ലഹരി വിരുദ്ധ ഹരിത ക്യാമ്പസുകളായി നമ്മുടെ ക്യാമ്പസുകളാക്കാനുള്ള 2 ഡ്രൈവ് SFI എടുക്കണം, ABP എടുക്കണം, KSU എടുക്കണം, MSF എടുക്കണം, ഏതെല്ലാം സംഘടന എടുക്കണം. ഇതിനാവശ്യമായ ഒരു നടപടി നമ്മുടെ ശിവൻകുട്ടി മിനിസ്റ്റർ അല്ലല്ലോ, അതേ സ്കൂളിൻ്റെ ആളാണ്. കോളേജിലാകുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദുവിനും കൂടി ചുമതലയെടുക്കാം. അപ്പോൾ ഡോക്ടർ ബിന്ദു മീറ്റിംഗ് വിളിച്ചു കൂട്ടുക, പിന്നെ അല്ലെങ്കിൽ NCC NSSൻ്റെ ആളുകളെ ഇതിനെ ബന്ധിപ്പിക്കുക. ശിവപ്രസാദ് യൂണിയൻ തലത്തിൽ ഇതിനാവശ്യമായ സപ്പോർട്ട് കൊടുക്കുക. യൂണിയൻ്റെയും കോളേജ് യൂണിയനുകളുടെയും SFIയുടെയും ക്യാമ്പയിനായിട്ട് എടുക്കാം. ABPക്കാർക്ക് അവരെ കോളേജിൽ അവരെ ക്യാമ്പയിൻ എടുക്കാം, KSUക്കാർക്ക് അവരെ ക്യാമ്പയിൻ എടുക്കാം, MSFകാർക്ക് മലപ്പുറത്ത് അവരെ ക്യാമ്പയിൻ എടുക്കാം. തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾക്ക് ഇതിന് ലീഡർഷിപ്പ് കൊടുക്കുകയും ചെയ്യാം. സങ്കടകരവും ഖേദകരവും വിഷമകരവും ദുഃഖകരവും ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. SFIക്കാരടക്കം ആരും എന്നോട് ബഹളമുണ്ടാക്കരുത്, നിങ്ങൾ ഓർക്കുക. ഞാനും ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥിയായിരുന്നു, വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്, കോളേജിൽ വിദ്യാർത്ഥി നേതാവും കൂടെ ആയിരുന്നു. അപ്പോഴൊന്നും ഇങ്ങനെ ക്യാമ്പസിനെ അലങ്കോലമാക്കിയിരുന്നില്ല. കുറേ കൂടി മെച്ചപ്പെട്ട മനോഹരമായ ക്യാമ്പസുകളായിരുന്നു കേരളത്തിലെ ക്യാമ്പസ്. തിരുവനന്തപുരം നഗരത്തിലെ ചില കോളേജുകളിൽ, യൂണിവേഴ്സിറ്റി കോളേജിലോ സംസ്കൃത കോളേജിലോ ആർട്സ് കോളേജിലൊക്കെ കയറിയാൽ നമുക്കൊരു പ്രശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷം കിട്ടുമായിരുന്നു. പക്ഷേ അത് പോയി ചപ്പ് ചവറുകളുടെയും കൊടിതോരണങ്ങളുടെയും ബാനറുകളുടെയും ഫ്ലെക്സുകളുടെയും ഒരു പരമ്പര തന്നെ. എന്ന് പറഞ്ഞാൽ ഇത് വയ്ക്കണ്ടേ, ഇലക്ഷൻ സമയത്ത് തീർച്ചയായിട്ടും വയ്ക്കണം, ഇലക്ഷൻ കഴിയുമ്പോൾ അതെടുത്ത് മാറ്റണം. ഞാൻ ഓർക്കുന്നു, ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുമ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു ഡ്രൈവ് വെച്ച് എല്ലാ ബോർഡും എടുത്ത് മാറ്റും, അത് വേറെ റൂമിൽ കൊണ്ടിടും, എല്ലാ ബാനറും അഴിച്ചു മാറ്റും. എന്ത് പരിപാടി വെച്ചാൽ ഇപ്പോൾ സ്വാഗത പരിപാടി വെക്കണം, സ്വാഗതത്തിന് വെച്ചോളൂ, ഒരു ദിവസം വയ്ക്കൂ, പിറ്റേ ദിവസം മുഴുവൻ സാധനവും. അല്ലാതെ ചെങ്കോട്ടയ്ക്ക് സ്വാഗതം, ചെകുവേരയ്ക്ക് സ്വാഗതം, പിന്നെ രക്തത്തിൽ കുളിച്ച സ്വാഗതം, പിന്നെ അപ്പുറത്ത് ചെല്ലുമ്പോൾ മഹാത്മാഗാന്ധിക്ക് സ്വാഗതം, പിന്നെ മഹാത്മാഗാന്ധിയുടെ കോളേജിന് സ്വാഗതം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ പിന്നെ വീര സാവർക്കറിൻ്റെ കോളേജിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഓരോ നേതാക്കളുടെയും പേര് എഴുതി വെച്ച് അവരവരുടെ കൊടിയും എഴുതി രക്തത്തിലൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച്, അതൊരു പ്രക്ഷുബ്ധ യൗവനമല്ല, അത് ചെയ്യാതിരിക്കലാണ് പ്രക്ഷുബ്ധ യൗവനം.